നമുക്ക് മനുഷ്യരിൽ ഒരുപാട് സ്കിൻ ടോൺസ് ഉണ്ട്. അതിൽ ബ്ലാക്ക് സ്കിൻ ഉണ്ട്, വൈറ്റ് സ്കിൻ ഉണ്ട്. ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ എന്താ ചോദ്യം. നമുക്കിവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം ഏതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏതാണ് ഏറ്റവും ഭംഗിയുള്ള നിറം, ആ നിറത്താൻ പറ്റിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനുഷ്യന് കറുപ്പ് നിറമാണോ അതോ വെളുത്ത നിറമാണോ ഏറ്റവും കൂടുതൽ സൗന്ദര്യമായിട്ട് തോന്നിയിട്ടുള്ളത്? ശരിക്കും നമുക്ക് മനുഷ്യന്റെ സൗന്ദര്യം ഒരു കറുപ്പിലോ വെളുപ്പിലോ അല്ല ഉള്ളത്, അവരുടെ ക്യാരക്ടറിലാണ്. അല്ല, ക്യാരക്ടറെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പൊ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത നിറമാണോ അതോ വെളുത്ത നിറമാണോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ഒരു ഇതില്? ഓഫ് കോഴ്സ് ബ്ലാക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട് തന്നെ. ശരിക്കും പറഞ്ഞ ഈ 7 അഴകാണെന്നൊക്കെ പറഞ്ഞത് ഉള്ള സാധനം ചുമ്മാ വെറുതെ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഏഴഴകാന്നൊക്കെ പ്രകൃതി രമണീയമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മഴവില്ലിന് ഏഴഴകാണല്ലോ. സോ മനുഷ്യർക്ക് ഒരിക്കലും ഈ മിക്സഡ് കളേഴ്സിലുള്ള ഒരു ക്രീച്ചേഴ്സ് അല്ലല്ലോ. എല്ലാവർക്കും ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഇരുനിറം, ഇതല്ലേ വരുന്നത്. ഏഴഴകുള്ള മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, എന്തായാലും ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സ്കിന്നിന് എല്ലാവരും ഇപ്പൊ ഒരാളും കറുത്തിരിപ്പോ വെയിലത്ത് പോയി കറക്കും, അല്ലെങ്കിൽ ആ പെൺകുട്ടി കറുത്തിരിക്കുന്നത് എന്നൊക്കെ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നിറവില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ കറുപ്പ് നിറത്തിനോട് എല്ലാവരും ശരിക്കും പറഞ്ഞ ഒരു എന്താ അതൊരു വിരുത്തിയുണ്ടോ സംഭവം അല്ലേ? അത് ആക്ച്വലി അത് അവരവരുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ആരാ ബ്രോ കറുപ്പും വെളുപ്പും ഒക്കെ നോക്കുന്നത്. പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാരുടെ മനസ്സ് കുറച്ചൊന്ന് ഇടുങ്ങിയതായതുകൊണ്ടാവാം അങ്ങനെ നോക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ യൂത്ത് ഒക്കെ ഒരിക്കലും ഒരു നിറം വെച്ചിട്ട് ഒരാളെ ഇത് ചെയ്യാറില്ലല്ലോ. ഇപ്പൊ എല്ലാവരും ക്വാളിഫിക്കേഷൻ നോക്കാറുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണോ നോക്കും, സെൽഫ് സസ്റ്റൈനബിൾ ആണോ നോക്കും, അങ്ങനെ ഒരു മോട്ടിവേഷനിലാണ് മിക്ക യൂത്തും പോകുന്നത്. എൻ്റെ ഒരു അറിവനുസരിച്ച് അങ്ങനെയാണ്. കറുപ്പും വെളുപ്പൊന്നും ഈ കാലത്തൊരു ഫാക്ടറേ അല്ല. ഇപ്പൊ ഒരു ആസിഡ് വീണാ തീരാവുന്ന മുഖമാണ് അങ്ങനത്തെ ഒരു. പക്ഷെ മേക്കപ്പ് ആയാലും വെളുപ്പിനേക്കാണ് കൂടുതൽ, അതായത് വെളുക്കാൻ വേണ്ടിയാണ് ആൾക്കാർ മേക്കപ്പ് ചെയ്യണതല്ലേ. കറുപ്പിലെ കാര്യം മേക്കപ്പ് ചെയ്യുന്നില്ലല്ലോ. അല്ല, കറുപ്പിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അത് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് കോൺഫിഡൻസ് എന്നാണ് അർത്ഥം. ഇപ്പൊ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആർട്ടിസ്റ്റുകൾ തന്നെ കറുത്തിട്ടാണുള്ളത്. ഇപ്പൊ രഞ്ജിമാരൊക്കെ അത്രയും വലിയ നിറമൊന്നും അവർക്കില്ല, അവർക്കൊരു മീഡിയം നിറമാണുള്ളത്. ബട്ട് ഷീ ലവ് ടു ഡു മേക്കപ്പ് ആൻഡ് ഷീ ലവ് ടു എന്താ പറയുന്നത് ടു ഡു സെൽഫ് മേക്കപ്പ് ആൻഡ് ഓൾ. അപ്പൊ അവരൊരു അങ്ങനൊരു, ഞാൻ അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ എന്നാൽ പോലും മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലും കറുത്തിട്ടായിരിക്കും. പക്ഷെ അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ അവര് മേക്കപ്പിലോട്ട് ഇൻഡസ്ട്രി, ഒരു പാഷനാണ്. അല്ല, ഒരു പാഷനാണ്. നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളൊന്നും കണ്ണെഴുതുകയോ തൊടുകയോ ചെയ്യുന്നൊന്നും മോശമല്ല. ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരിൽ വൈറ്റ് സ്കിൻ ആണോ ബ്ലാക്ക് സ്കിൻ ആണോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ബ്രോഡ് ഇതില്? ഒരു 2-3 months മുമ്പ് ഞാൻ 1800s മലയാളികളുടെ കുറച്ച് ഫോട്ടോസ് കണ്ടായിരുന്നു. അത് കളറൈസ്ഡ് ചെയ്ത് വന്നേക്കണം. ജനറലി സൗത്ത് ഇന്ത്യൻ ഡ്രവിഡിയൻ സ്കിൻ കളർ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ വാട്ട് വാസ് സ്ട്രൈക്കിംഗ് വാസ് അന്നത്തെ ആൾക്കാർ വാസ് മച്ച് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഇന്നത്തെ ആൾക്കാർ. കാരണം എന്താ അറിയാം, ദെയർ ഫീച്ചേഴ്സ് വർ പ്രോമിനൻറ്റ്. കളറല്ല, ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻസ്. പക്ഷെ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ കുട്ടിക്ക് നിറമില്ല, ഈ ചെക്കന് നിറമില്ല, അന്ന് അങ്ങനെയൊക്കെ ഈ വീട്ടുകാർ പറയുന്നുണ്ട്. അതെ, വീട്ടുകാരുടെ തോന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ മേക്കപ്പ് ആയാലും വെളുക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലറിൽ ശ്രമിക്കുന്നത്, എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പൊ വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കറുത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ വരെ പോവാതെയായി പിള്ളേര്. അപ്പൊ ഇതിനോട് എന്താണ് പറയാനുള്ളത് ബ്രോയ്ക്ക്? ഐ തിങ്ക് അതൊക്കെ കുറച്ച് മുമ്പായിരുന്നു. ഒരു 10 വർഷം, ഒരു 5 വർഷം 10 വർഷം മുമ്പൊക്കെ ആയിരുന്നു അത് അത്ര പ്രബലന്റ് ആയിരുന്നു. ഇപ്പോ ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. പിന്നെ ഇപ്പോഴാണ് കുറെ ചേഞ്ച് ആയത്. ഒരു 10 വർഷം മുമ്പ് ലൈക്ക് വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു കുറെ ആൾക്കാരുടെ കേസ്. എന്നാലും ലോട്ട് ഓഫ് പീപ്പിൾ ഡിഡ്ന്റ് മൈൻഡ് ദാറ്റ്. പണ്ട് നമ്മൾ ഒരുപാട് കളിക്കാൻ പോവാറുണ്ട്, പക്ഷെ ഇപ്പത്തെ പിള്ളേര് അല്ല, വീട്ടുകാര് കറക്കുന്ന പറയണ കാര്യം. ഇപ്പൊ പിള്ളേരെ സ്വന്തമാണ് കറക്കുന്ന പറയണത്, മറ്റേത് വീട്ടുകാര് കറക്കുന്ന പറയണത്. പിന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെ കണ്ടിട്ടും അനുഭവപ്പെട്ടിട്ടും ഇല്ല. ഐ ഹാവ് ഹാഡ് ആൻ അതർ എക്സ്പീരിയൻസ്. സോ അപ്പൊ എനിക്കത് തോന്നുന്നു അങ്ങനെ ആണോന്ന് അറിയില്ല. പിന്നെ കറുപ്പാണോ വെളുപ്പാണോ എന്ന് ചോദിക്കുന്നത്, ഇറ്റ് ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് പെർസീവ്ഡ്. ബ്രിട്ടീഷുകാർ വെളുത്തിട്ടായിരുന്നു. സോ ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഏരിയയിൽ there has always this thing like you are looking towards that. Maybe you inherently subconsciously think that is better. അപ്പോൾ അങ്ങനെ ആയിട്ട് ആൾക്കാർക്ക് ആ ഒരു
ആ ഒരു സാധനത്തിൽ നിന്ന് പുറത്തേക്ക് വരാത്തതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോഴും ആ ഒരു ചിന്താഗതിയുടെ ഒരു ഇത് ഇപ്പോഴും സൈഡ് എഫക്റ്റ് അതിന്റെ ഒരു വെസ്റ്റീജിയൽ സംഭവമാണ് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് വാട്ട് ഐ ഫീൽ. ഇറ്റ് ഡസന്റ് മാറ്റർ. ഇപ്പൊ നമുക്ക് മനുഷ്യർക്ക് 2 സ്കിൻ ഉണ്ടാവുമല്ലോ, ബ്ലാക്ക് സ്കിൻ ഉണ്ട്, വൈറ്റ് സ്കിൻ ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ബ്ലാക്ക്. എന്തുകൊണ്ടാണ് ബ്ലാക്ക്? കൂടുതൽ ആൾക്കാരെ വിചാരിച്ചിരിക്കുന്നത് വൈറ്റിനാണ് ബ്യൂട്ടി എന്നാണ്. ബിക്കോസ് ഞാൻ മോഡലിംഗ് ആ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബ്ലാക്കിനാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി. പക്ഷേ ഈ ബ്ലാക്ക് എന്ന് പറയുന്ന നിറത്തിലുള്ള ആൾക്കാരെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യണ പോലെ തോന്നിയിട്ടില്ല? 7 വർണ്ണങ്ങളാണ്. അപ്പോൾ ഈ അതായത് അവർക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അത് പണ്ടുള്ള കാലങ്ങളിൽ ആൾക്കാർ പറയുന്ന ഒരു വാക്കുകളാണ് 7 വർണ്ണങ്ങള്, 7 ഭംഗി, അഴക് എന്ന്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 7 ഭംഗിയുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ഭംഗി ബ്ലാക്ക് തന്നെ ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ വെളുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ മേക്കപ്പ് ഒക്കെ തന്നെ വെളുക്കാൻ വേണ്ടിയാണ് കൂടുതലും? ഇപ്പം ബ്യൂട്ടി പാർലറൊക്കെ ഒരിക്കലും കറക്കാൻ വേണ്ടി ആരും പോകുന്നില്ല, എല്ലാവരും വെളുക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് വരുന്നത് നമ്മുടെ നാട്ടില്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്യൂട്ടി പാർലർ ഒരു സ്ഥാപനമാണ്. എന്ന് പറയുന്നത് ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ജെന്യുവാലിറ്റി എപ്പോഴും ഉണ്ടാവില്ല. കാരണം നമ്മൾക്ക് ജന്മന ഉണ്ടാകുന്ന കളർ തന്നെയായിരിക്കും ബ്യൂട്ടി. പക്ഷെ ആ ഒരു കളറ് എത്ര വെളുക്കാൻ തേച്ചാൽ പാണ്ടാവില്ലല്ലോ. ഒരു പഴഞ്ചൊല്ലി ഉണ്ട് അങ്ങനെ, വെളുക്കാൻ തേച്ചാൽ പാണ്ടാവില്ല. ഇപ്പൊ കല്യാണം ആലോചിക്കുമ്പോഴായാലും കുട്ടിക്ക് നിറം പോരാ, അല്ലെങ്കിൽ ചക്കന് നിറം പോരാന്നൊക്കെ പറഞ്ഞ് ഈ മാതാപിതാക്കൾ പറയണ്ട, അവന് നിറം കുറവാണ്, അവൾക്ക് നിറം കുറവാന്നൊക്കെ പറയാറുണ്ട് ഈ കല്യാണം ഉള്ള സമയത്ത്. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? അതിനോട് എനിക്ക് പറയാനുള്ളത് അത് നോക്കിയിട്ട് കാര്യമില്ല. കുട്ടി കറുത്തതായാലും വെളുത്തതായാലും അത് കുട്ടി തന്നെയാണ്, അത് നോക്കേണ്ടി തന്നെയാണ്. നമ്മൾ ഉത്തരവാദിത്തമാണ്, നമ്മളെ ചോരയാണ്. ബിക്കോസ് ഞാൻ പ്രസവിച്ച ഒരു കൊച്ചാണെങ്കിൽ തന്നെ അതിന് നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് വെളുത്തതായാലും കറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും പർട്ടിക്കുലർലി അങ്ങനെ എനിക്കിപ്പോൾ ഒന്നും തോന്നാറില്ല. എനിക്കിപ്പോൾ ആരാണ് ഒരുക്കുള്ളത് നല്ല ചിരി, ഞാൻ കൂടുതൽ അതാണ് നോക്കാറ്. എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം ഇപ്പൊ ആലോചിക്കണ്ടേ, ഇപ്പൊ നോക്കുമ്പോ പെൺകുട്ടിക്ക് നിറം പോരാ അല്ലെങ്കിൽ ആൺകുട്ടിക്ക് നിറം പോരാ എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് പറയാറുണ്ട്. ഇപ്പം കുറവല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അടക്കം നേരത്തെ പരസ്യമായിട്ട് പറയുന്നത് ഇപ്പൊ അടക്കമായിട്ടാണ് പറയുന്നതേ ഉള്ളൂ. അങ്ങനെ അതിനോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ കളർ വെച്ചിട്ട് ഡിസ്ക്രിമിനേഷൻ അതിപ്പം ചിന്താഗതി മാറ്റിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യം തോന്നുന്നില്ല. ഇനി വരുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കാതിരിക്കുക, പ്രത്യേകിച്ച് അതിലൊന്നും തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളായാലും വെയിലത്ത് ഇറങ്ങി കളിക്കും. പണ്ടൊക്കെ ഒരുപാട് കളിക്കുകയൊക്കെ ചേർന്ന്. ഇപ്പൊ വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കറുത്തു പോകും, സ്കിൻ ടാൻ അടിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലേക്ക് മാറി. പണ്ട് എല്ലാവരും കളിക്കാൻ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ സ്കിൻ ഡള്ളായി പോകും, കറുത്തു പോകും എന്നൊക്കെ പറയണേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ ഒരു കളറിനോട് എല്ലാവരും ഇതാവാല്ലേ, നെഗറ്റീവ് ആവാല്ലേ ആ ഒരു ബ്ലാക്ക് സ്കിന്നിനോട്? പോയിന്റ് ഓഫ് വ്യൂ അത് ശരിയാന്ന് തോന്നുന്നു. അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ കാണിക്കുന്നത് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. ഇപ്പോഴും ആ ഒരു സ്കിൻ ടോണിനോട് ഇപ്പോഴും ആൾക്കാർക്ക് ഒരു നെഗറ്റിവിറ്റി ഇല്ലേ? അതുകൊണ്ടാണോ അതോ ഉള്ള സ്കിൻ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കൊണ്ടാണോ എന്നുള്ള അറിയില്ല. ഞാൻ പൊതുവേ ഇതിനൊന്നും ഫോക്കസ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരിൽ ബ്ലാക്ക് സ്കിൻ ഉണ്ട്, വൈറ്റ് സ്കിൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന സ്കിൻ ഏതാണ്? അതൊക്കെ അല്ല, ഇതില് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ സ്കിൻ ഏതാണ്? ആക്ച്വലി മനസ്സും സംഭവമൊക്കെ അവിടെ നിക്കട്ടെ, വേണ്ട. ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണമൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ വീട്ടുകാർ പറയാറുണ്ട് ആ ചെക്കന് നിറം പോരാ അല്ലെങ്കിൽ പെണ്ണിന് നിറം പോരാ എന്നൊക്കെ പറയാറുണ്ട്. അതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പണ്ടത്തെ പോലുള്ള കുട്ടികളൊക്കെ ഇപ്പൊ കളിക്കാൻ പോകുമ്പോഴൊക്കെ വെയിൽ കൊള്ളാനൊന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല, കറുത്തു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പർട്ടിക്കുലർ കളറിനെ നെഗറ്റീവ് ആയിട്ട് പറയാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് കറുത്തു പോവാന്ന് പറയുന്നത് ഭയങ്കര ബാഡായിട്ട് എല്ലാവർക്കും ഇപ്പൊ സംസാരിക്കുന്നതിലുള്ളതാണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ടോ? ശരി, ഇപ്പൊ മേക്കപ്പ് ആയാലും വെളുക്കാൻ വേണ്ടിയാണ് മേക്കപ്പ് ഉള്ളത് അല്ലേ, കറക്കാൻ വേണ്ടി മേക്കപ്പ് ഇല്ലല്ലോ. അപ്പോ ആ ഒരു ബ്ലാക്ക് സ്കിന്നിനോട് എല്ലാവർക്കും ഒരു വിദ്വേഷമുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ്. എനിക്ക് അങ്ങനെയാണ് മേക്കപ്പ്, കുറച്ച് കോൺഫിഡൻസ്, പ്രസന്റബിൾ ആയിരിക്കും. പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ചേഞ്ച് ആയി. 2025 വേറൊരു ഇതായിട്ടാണ് നിൽക്കുന്നത്. ആണ്. അല്ല, അതപ്പോൾ ഓരോരുത്തരെ കൺസെപ്റ്റ് അല്ലേ. ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ളവര് അവർക്ക് ഇത് കാണും, അങ്ങനെ വൈറ്റ് സ്കിൻ ഉള്ളവർക്ക് അവർക്കും അവരുടേതായ ഒരു ഏറ്റവും സൗന്ദര്യമുള്ള നിറം ഏതാണ്? നിങ്ങൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യണ്ടല്ലോ, എല്ലാവർക്കും അവരുടെ സൗന്ദര്യം ഉണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്നാലും നമ്മളിപ്പോ ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെക്കന് നിറം പോരാ അല്ലെങ്കിൽ പെണ്ണിന് നിറം പോരാന്നൊക്കെ പറഞ്ഞിങ്ങനെ വീട്ടുകാർ പറയാറുണ്ട്. ആ. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? അത് തെറ്റാണ്. അങ്ങനെ സൗന്ദര്യം ഇങ്ങനെ നിറം നോക്കിയിട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സ് നോക്കി സ്നേഹിക്കുക. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പോലെ അല്ല, കളിക്കാൻ പോയി കഴിഞ്ഞാൽ വെയിലുകൊണ്ട് കറുത്തു പോകുന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിറത്തിനോട് ഭയങ്കര നെഗറ്റിവിറ്റി അവരുടെ ഉള്ളിലുണ്ട്. അതേപോലെ അവന്മാര് കുറെ ക്രീം തേക്കുന്നുണ്ടല്ലോ. ആ. അപ്പോൾ അവന്മാർ അതാ ചിലവര് അവരുടേതായ ഭാവി അനുസരിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ചിലവര് അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല, അത്രേ ഉള്ളൂ. എന്നാലിപ്പോ നമ്മുടെ കഴിയാറായില്ലേ? സിനിമയിലൊക്കെ ഉള്ളവരെന്നൊക്കെ കൂടുതൽ വെളുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ മേക്കപ്പ് ഒക്കെ ആയാലും കൂടുതൽ നിറം സിനിമയുടെ ഓരോ സൗന്ദര്യം കൂട്ടാനും എന്ന് പറയുമ്പോ ഇപ്പൊ മമ്മൂക്ക ഇപ്പൊ കറുത്ത ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും. എന്നാൽ അതേപോലെ ഓരോരുത്തരുടേതായ അവരുടേതായ ഓരോ ഒപ്പീനിയനും അവരുടേതായ ഓരോ സ്റ്റൈലും കാണുമല്ലോ. അപ്പൊ അതിനോട് ഇല്ല എനിക്ക് രണ്ടും ഒരുപോലെയാണ്. എന്നാലും എങ്ങനെ അവര് എക്സ്പോസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ്. എന്നാലും നമ്മുടെ ഒരു ഇതിൽ എന്ന് പറഞ്ഞപ്പോ ഒരു പെൺകുട്ടീനെ അപ്പൊ വീട്ടുകാർ പറയും ഒരു പെൺകുട്ടിക്ക് നിറം പോരാ അല്ലെങ്കിൽ ചെക്കന് നിറം പോരാ, അത് നമുക്ക് വേണ്ടെന്നൊക്കെ വെക്കണ ഓരോ സമ്പ്രദായം നമ്മുടെ ഒരു നാട്ടിൽ ഇതിലുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് വളരെ മോശമാണ്. അതൊക്കെ മാറി തുടങ്ങി, കാലം മാറി, എല്ലാവരും അതൊക്കെ മാറി. ഇപ്പോൾ നല്ല കളറുള്ള പയ്യന്മാർ വളരെ ഡാർക്കായിട്ടുള്ള ഗേൾസിനെ ചൂസ് ചെയ്ത് അവർ നല്ല അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന സമയമാണ് ഇപ്പോൾ. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ കറുപ്പ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ അവർ വളരെ അവരുടെ ആയിട്ടുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ച് അവരിപ്പോൾ ജീവിക്കുന്ന സമയമാണ്. അതിൽ വീട്ടുകാരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, ഇപ്പം എൻ്റെ വീട്ടുകാരായാലും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, എനിക്കിഷ്ടം എന്താണോ അത് ഞാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കളിക്കാനൊന്നും ഗ്രൗണ്ടിലേക്ക് വരാറില്ല, കറുത്തു പോകും അല്ലെങ്കിൽ ഇല്ല കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് വരാത്ത കറുത്തു പോണ കാര്യമൊന്നുമല്ല. കളിക്കാൻ ഗ്രൗണ്ടിൽ പോകാത്തത് വേറെ കാര്യങ്ങളാണ്. കളിക്കാൻ ഇപ്പോൾ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് വേറെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതൊന്നും ചെയ്യാതെ ബാറിലിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ റൂമിലിരുന്ന് പട്ടി നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വെയിൽ കൊണ്ട് അടുത്ത് പോയി ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കേണ്ട ആവശ്യം പിള്ളേർക്ക്, ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവർക്കതില്ല. കാരണം അവർക്ക് അവരുടെ ഫോണിൽ PS3 ഉണ്ട്, PS4 ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവരത് അവരുടെ ചൂസ് അവർ ചൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കാണില്ല, രണ്ടും ഒരേപോലെ തന്നെ കാണാൻ താല്പര്യം. എന്നിരുന്നാലും നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഇപ്പൊ ഒരു കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണിന് നിറം പോരല്ല, ചെക്കന് നിറം പോരാന്നൊക്കെ പറഞ്ഞ് വരാറുണ്ടല്ലോ ഈ പാരന്റ്സ്. അങ്ങനെ നോക്കുമ്പോൾ കറുപ്പ് നിറത്തിനൊരു ചവിട്ടി തേക്കണവരെ തോന്നിയിട്ടുണ്ടോ? അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമല്ലേ. നമുക്കങ്ങനെ തോന്നാറില്ല. അങ്ങനെ കളുപ്പ് വെളുപ്പ് അങ്ങനെ ഇല്ല. ജസ്റ്റ് നമുക്ക് ഒരു സാധാരണ ആൾക്കാരെ പോലെ തന്നെ തോന്നാറില്ല. കറുപ്പിന് ഇത്ര വെളുപ്പിന് ഇത്ര അത് തോന്നാറില്ല. എന്നിരുന്നാലും ഇപ്പോ എന്താ മാക്സിമം കറുപ്പിനെ എവിടെ ആയാലും ഇപ്പൊ മേക്കപ്പിനെ ആയാലും ഒരിക്കലും എല്ലാവരും വെളുക്കാൻ വേണ്ടിയാണ് മേക്കപ്പ് ഇടുന്നത്. കറക്കാൻ വേണ്ടി ഒരാൾ മേക്കപ്പ് ഇടുന്നില്ലല്ലോ. പിന്നെ കളിക്കാൻ പോകുമ്പോഴായാലും കളിക്കാൻ പോകണ്ട, വെയിലത്ത് കറുത്തു പോകുന്നു, ഈ കളിക്കാൻ പോകണ്ടെന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ വെളുപ്പിനെ ചുമ്മാ ബൂസ്റ്റ് ചെയ്യുന്ന തോന്നുന്നല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവര് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നത് അവർക്ക് ഇഷ്ടം ഒരു രീതി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല വലിയ കാര്യം. അത് തന്നെ.